ജനശതാബ്ദി, വന്ദേ ഭാരത് അതുപോലുള്ള ചില എക്സ്ക്ലൂസീവ് ട്രെയിൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ട്രെയിനുകളിൽ ജനറൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു ട്രെയിനിൽ നമുക്ക് കൺവേർഷൻ അല്ലെങ്കിൽ അപ്ഗ്രഡേഷൻ വേണമെങ്കിൽ ആ ട്രെയിനിൽ ഒരു ടിക്കറ്റ്, ഏതെങ്കിലും ഒരു ടിക്കറ്റ് വേണമെന്നാണ്. ജനശതാബ്ദിയിൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാവുന്നത് നിങ്ങൾക്ക് അതിൽ കയറി ഫൈൻ അടച്ച് യാത്ര ചെയ്യാം എന്നുള്ളതാണ്. സീറ്റിന് യാതൊരു ഗ്യാരണ്ടിയില്ല, പക്ഷെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. പൊതുവിൽ ഇത് പെർമിറ്റഡ് ആണ്. പലപ്പോഴും മാറി മാറിയൊക്കെ ഇരുന്ന് പോകാനുള്ള സിറ്റുവേഷൻ കിട്ടില്ല. വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ചാർജ് ചെയ്യുന്നത് എൻഡ് ടു എൻഡ് ചാർജാണ്. മലയാളികൾ ഒരു ദിവസം ആ ട്രെയിനിൽ ഏകദേശം പല തിരക്കുള്ള ദിവസങ്ങളിൽ 20,000 30,000 രൂപ വരെ അതിനകത്ത് ഫൈൻ അടച്ച് 45,000 50,000 ഒക്കെ വരുന്ന ദിവസങ്ങളുണ്ട്. അത്രയും ഫൈൻ കളക്ഷനുള്ള ഒരു ട്രെയിനാണത്. നമസ്കാരം. യാത്രക്കാർ ശ്രദ്ധിക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. പല വീഡിയോകളിലും കമൻ്റായി ചിലർ ചോദിച്ചത് ജനശതാബ്ദി, വന്ദേ ഭാരത് തുടങ്ങിയ ട്രെയിനുകളിൽ ടിക്കറ്റ് കൺവേർഷൻ സാധ്യമാണോ എന്നാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്നു എന്നാണ്. ജനശതാബ്ദി, വന്ദേ ഭാരത് അതുപോലുള്ള ചില എക്സ്ക്ലൂസീവ് ട്രെയിൻസ് ഉണ്ട്. ഹംസഫർ, ഇങ്ങനെയുള്ള ട്രെയിനുകളിൽ ജനറൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു ട്രെയിനിൽ നമുക്ക് കൺവേർഷൻ അല്ലെങ്കിൽ അപ്ഗ്രഡേഷൻ വേണമെങ്കിൽ ആ ട്രെയിനിൽ ഒരു ടിക്കറ്റ്, ഏതെങ്കിലും ഒരു ടിക്കറ്റ് വേണമെന്നാണ്. ഉദാഹരണത്തിന് കേരള എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ, കേരള എക്സ്പ്രസ്സിൽ സ്ലീപ്പറിലോ AC-യിലോ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ക്ലാസ് സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റ് വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ഗ്രഡേഷൻ സാധ്യമാവുള്ളൂ. എന്നാൽ ജനശതാബ്ദി, വന്ദേ ഭാരത് തുടങ്ങിയ ട്രെയിനുകളിൽ, ഹംസഫർ ഉൾപ്പെടെ നിരവധി ട്രെയിനുകളുണ്ട്. അത്തരം ട്രെയിനുകളിൽ ജനറൽ കോച്ച് ഇല്ല. ജനറൽ കോച്ചുള്ള ട്രെയിനുകളിൽ മാത്രമേ ജനറൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയുള്ളൂ. ഉദാഹരണത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ, ഈ ഓണത്തിനും ദീപാവലി ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽ സീസണുകളിലൊക്കെ ഇന്ത്യൻ റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കാറുണ്ട്. ഇപ്പോൾ കൊച്ചുവേളി, ട്രിവാൻഡ്രം നോർത്തിൽ നിന്ന് സാന്ദ്രാഗച്ചി, ഹൗറയിലേക്ക് ഈ ദീപാവലി ചാത്ത് ഫെസ്റ്റിവൽ പ്രമാണിച്ച് ഒരു ട്രെയിൻ ഓടുന്നുണ്ട്. ഇതിനൊന്നും ജനറൽ കോച്ചില്ല. അതിന് കുറേ AC കോച്ചുകളും 2 സ്ലീപ്പറും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ കയറുക സാധ്യമല്ല. അപ്പോൾ പിന്നെ നമുക്കൊരു അത്യാവശ്യത്തിന് ജനശതാബ്ദിയിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കോ, കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്കോ വരണം. നമുക്ക് റിസർവേഷൻ കിട്ടുന്നില്ല. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നിറഞ്ഞ് ഓടുന്ന ട്രെയിനുകളാണ് ഇത് രണ്ടും. ജനശതാബ്ദിയെ സംബന്ധിച്ച് കണ്ണൂരിൽ നിന്ന് പോകുന്ന ജനശതാബ്ദി കണ്ണൂർ ടു എറണാകുളം എപ്പോഴും തിരക്കുള്ളതായിരിക്കും. എന്നാൽ എറണാകുളത്തു നിന്ന് ട്രിവാൻഡ്രത്തേക്ക് അതെപ്പോഴും വേക്കൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തു നിന്ന് കാലിക്കറ്റിലേക്ക് പോകുന്ന 120/76 രാവിലത്തെ ശതാബ്ദി, ഇത് എറണാകുളം വരെ നല്ല തിരക്കും, എറണാകുളം കഴിഞ്ഞ് ഫ്രീ ആയിരിക്കും. അത് ഞാൻ ഒരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ ട്രെയിനുകളിൽ നമുക്ക് അത്യാവശ്യത്തിന് യാത്ര ചെയ്യണം. സ്ഥിര യാത്രക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എങ്കിൽ എന്ത് ചെയ്യും? ജനശതാബ്ദിയിൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാവുന്നത് നിങ്ങൾക്ക് അതിൽ കയറി ഫൈൻ അടച്ച് യാത്ര ചെയ്യാം എന്നുള്ളതാണ്. ഫൈൻ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം ടു എറണാകുളം ആണ് നിങ്ങൾക്ക് വരേണ്ടതെങ്കിൽ എറണാകുളം സൗത്ത് വരെ രാവിലത്തെ 120/76 ശതാബ്ദിയിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിക്കറ്റ് വെയിറ്റ് ലിസ്റ്റ് ഡ്രോപ്പ് ആയ ആളായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് TTE സമീപിച്ചിട്ട് എക്സസ് ഫെയർ കൊടുത്ത് യാത്ര ചെയ്യാം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് മിനിമം ഫൈൻ 250 രൂപയായിരിക്കും. അതുപോലെ തൊട്ടടുത്ത സ്റ്റേഷൻ വരെ, ഇപ്പോൾ വർക്കല അല്ലെങ്കിൽ കൊല്ലം വരെ 65-70 രൂപ ചാർജ് വരും. 250 പ്ലസ് ആ ഫെയർ പ്ലസ് വർക്കല നിന്നോ കൊല്ലത്ത് നിന്നോ ഉള്ള എറണാകുളം വരെയുള്ള ചാർജ് ഇത് ഈടാക്കി നിങ്ങളെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. ഇതിന് ഇറഗുലർ ടിക്കറ്റ് എന്നാണ്, അല്ലെങ്കിൽ ഇറഗുലർ ട്രാവലർ എന്നാണ് റെയിൽവേയുടെ അതിലൊരു സാങ്കേതികമായ പദം. നിങ്ങളെ സംബന്ധിച്ച് സീറ്റിന് യാതൊരു ഗ്യാരണ്ടിയില്ല, പക്ഷെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. പൊതുവിൽ ഇത് പെർമിറ്റഡ് ആണ്. പലപ്പോഴും മാറി മാറിയൊക്കെ ഇരുന്ന് പോകാനുള്ള സിറ്റുവേഷൻ കിട്ടും. ഇത് ജനശതാബ്ദിയിൽ നോർമൽ ട്രെയിൻസ് പോലെയാണ്. സാധാരണ മറ്റ് എക്സ്പ്രസ് ട്രെയിനുകൾ പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ഏത് സ്റ്റേഷൻ വരെയാണോ ഉള്ള എമൗണ്ട് അത് മാത്രമേ വാങ്ങുകയുള്ളൂ. അപ്പോൾ എറണാകുളം വരെ വരാൻ ഏകദേശം 450, അല്ലെങ്കിൽ തൃശ്ശൂരിന് 480, ട്രിവാൻഡ്രം കാലിക്കറ്റ് ഏകദേശം 500 ഇത്രയൊക്കെ വരും. ഞാൻ ഏകദേശ കണക്കാണ് പറയുന്നത്, ഒക്കെ വരും. അതെടുത്ത് നിങ്ങൾക്ക്
യാത്ര ചെയ്യാം. മിക്കവാറും എറണാകുളം കഴിയുമ്പം സീറ്റൊക്കെ കിട്ടി യാത്ര ചെയ്യാൻ പറ്റും. മാത്രമല്ല പലപ്പോഴും കായംകുളം വരെ സീറ്റ് കാണും. കായംകുളം ടു എറണാകുളം നിൽക്കേണ്ടി വരും. അതിനുശേഷം വീണ്ടും സീറ്റ് കിട്ടും കാലിക്കട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച്. ഇതാണ് ശതാബ്ദിയിൽ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം. പൈസ അടയ്ക്കാൻ, കാശ് അടയ്ക്കാൻ വില്ലിങ് ആണെങ്കിൽ ഈ ഒരു സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് റെയിൽവേ ഒരിക്കലും ഓവർ അക്കോമഡേഷൻ അനുവദിക്കുന്നില്ല. റെയിൽവേ നിയമപ്രകാരം ഓവർ അക്കോമഡേഷൻ അനുവദിക്കുന്നില്ല. അതായത് ഒരു കോച്ചിൽ സ്ലീപ്പർ കോച്ചിൽ 80 പേരാണെങ്കിൽ 80 പേരും, RICക്കാർ ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേരും, അങ്ങനെ 90 പേർ മാത്രമേ യാത്ര ചെയ്യാവൂ എന്നാണ് റെയിൽവേയുടെ പോളിസി. അപ്പോൾ ശതാബ്ദിയിലാണെങ്കിൽ 102, സെക്കൻഡ് ക്ലാസ് സിറ്റിങ്ങിൽ 102 പേര്, അതുപോലെ AC-യിലാണെങ്കിൽ 72 പേര്, ഇങ്ങനെ നിജപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമേ അത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഒരു കോച്ചിനുള്ളത്. കാരണം ഈ ആൾക്കാരെല്ലാം ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത്, അതൊക്കെ പെട്ടെന്ന് വെള്ളം തീരുന്ന അവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് ഓവർ അക്കോമഡേഷൻ പോളിസിപരമായി, നയപരമായി റെയിൽവേ അനുവദിച്ചിട്ടില്ല. എന്നാൽ പോലും ഒരു ലോക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് മിക്കവാറും ഈ ട്രെയിനുകളിൽ ടിക്കറ്റ് പരിശോധകർ ഇങ്ങനെ ഫൈൻ ചെയ്ത് ജനശതാബ്ദിയിലേക്ക് പെർമിറ്റ് ചെയ്യാറുണ്ട്. ശതാബ്ദിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി വന്ദേ ഭാരത് നോക്കും. നമുക്കിപ്പോൾ കേരളത്തിൽ 2 വന്ദേ ഭാരതുകൾ ഓടുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയും, പിന്നെ മംഗളൂർ ടു ട്രിവാൻഡ്രം വരെയും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഈ ട്രെയിനുകൾ ഒരുപക്ഷെ നമുക്ക് കിട്ടിയ അടുത്ത കാലത്ത് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും നൂതനമായ, ഏറ്റവും സൗകര്യമുള്ള ട്രെയിനുകളാണ്. അത് ഏറ്റവും പ്രയോറിറ്റി ഉള്ള ട്രെയിനുകൾ കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഏറെക്കുറെ കൃത്യസമയത്തും നേരത്തെയൊക്കെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനുകൾ രണ്ടിനും, മാംഗ്ലൂർ ട്രിവാൻഡ്രം അല്ലെങ്കിൽ ട്രിവാൻഡ്രം മാംഗ്ലൂർ വന്ദേ ഭാരതിനും, അതുപോലെ ട്രിവാൻഡ്രം കാസർഗോഡ് TVC വന്ദേ ഭാരതിനും എപ്പോഴും നല്ല ഡിമാൻഡാണ്. ഇപ്പോൾ കോച്ചുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. എന്നാലും പലപ്പോഴും അല്ല, മിക്കപ്പോഴും ആ ട്രെയിൻ ഫുള്ളായിട്ട് ഓടുന്നുണ്ട്. എന്നാലും ഞാനൊരു ഏകദേശ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. നിങ്ങൾക്കൊരു ഒരാഴ്ച മുമ്പേ 100 ഒക്കെയാണ് വെയിറ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ 100-നകത്തുള്ള വെയിറ്റ് ലിസ്റ്റ് നോർമലി അതിൽ കൺഫേം ആകുന്നുണ്ട്. ഞാൻ നോർമലി എന്ന് പറയാൻ കാരണം, നാളെ ഇത് കണ്ടിട്ട് ഷിനിലാൽ ഇങ്ങനെ പറഞ്ഞു, അത് ഞാൻ 100 വെയിറ്റ് ലിസ്റ്റ് കണ്ടെടുത്തു, കൺഫേം ആയില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. യൂഷ്വലി അത് 100 വരെയുള്ള 100-110 വരെയുള്ള വെയിറ്റ് ലിസ്റ്റുകൾ ഇപ്പോൾ നിലവിൽ കൺഫേം ആകുന്നുണ്ട്. അത് ഒരുപാട് കോട്ടകളും ഒരുപാട് സംഗതികളും ആ ട്രെയിനുകളിലുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഈ വന്ദേ ഭാരതിൽ നമ്മളൊരു പക്ഷേ ഈ ടിക്കറ്റ് എടുത്തു, നമുക്ക് വെയിറ്റ് ലിസ്റ്റായി ഡ്രോപ്പായി, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യണം, കാലിക്കട്ടുന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ ദൂരം യാത്ര ചെയ്യണം. ശതാബ്ദി നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽ ആ ട്രെയിനിന് ഏത് സ്റ്റേഷൻ വരെ പോകുന്നോ അതുവരെയുള്ള ചാർജ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ വന്ദേ ഭാരത് അങ്ങനെയല്ല. വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകളിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ചാർജ് ചെയ്യുന്നത് എൻഡ് ടു എൻഡ് ചാർജാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ട്രിവാൻഡ്രം ടു കൊല്ലം യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ കോട്ടയം ടു എറണാകുളം, അല്ലെങ്കിൽ എറണാകുളം ടു തൃശ്ശൂർ, അല്ലെങ്കിൽ ഷൊർണൂർ ടു എറണാകുളം, ഇങ്ങനെ ചെറിയ പോർഷനിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ചെങ്ങന്നൂർ ടു കൊല്ലം, ചെങ്ങന്നൂർ ടു കോട്ടയം, ഇങ്ങനെ 1 മണിക്കൂറിനകത്തുള്ള യാത്ര ചെയ്യണം എങ്കിൽ പോലും നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് എൻഡ് ടു എൻഡ് ഫെയറാണ്. ഈ ട്രെയിൻ അങ്ങനെയാണ് അതിൻ്റെ ഫെയർ സ്ട്രക്ചർ നിർണ്ണയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റില്ല, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്യുവറായി നമ്മൾ ടിക്കറ്റ് ഇല്ലാത്തൊരു യാത്രക്കാരനായി TTE സമീപിക്കുന്നു. അപ്പോഴും ഞാൻ ആദ്യമേ പറയുന്നു, നിങ്ങൾക്ക് സീറ്റ് ഗ്യാരണ്ടി ഇല്ല. നിങ്ങൾ വളരെ അത്യാവശ്യത്തിന് അതിനകത്ത് പെട്ടുപോയ സാഹചര്യത്തിൽ നിങ്ങളെ യഥാർത്ഥ റൂൾ പറയുന്നത് ആ ഫൈൻ ചെയ്ത് അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിടുക എന്നുള്ളതാണ്. പക്ഷെ നോർമലി മനുഷ്യത്വപരമായി അതിലെ ടിക്കറ്റ് പരിശോധകർ അങ്ങനെ ചെയ്യാറില്ല. മിക്കവാറും കുറച്ച് ദൂരം നിന്നും, കുറച്ച് ദൂരം സൈഡിലേക്ക് നിന്നോ, അല്ലെങ്കിൽ കുറച്ച് ദൂരം ഇരുന്നും ഒക്കെ കുറേ കഴിയുമ്പം സീറ്റ് കിട്ടുന്ന ഒരു പൊസിഷനാണ് അതിൻ്റെ നോർമൽ അതിലെ വർക്കിംഗ് കണ്ടീഷൻ. അതുകൊണ്ട് പക്ഷേ ആകെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ എൻഡ് ടു എൻഡ് ഫെയർ കൊടുക്കണം. എൻഡ് ടു എൻഡ് ഫെയർ എന്ന് പറഞ്ഞാൽ സാധാരണയായി റെയിൽവേയിലെ മിനിമം ഫൈൻ 250 ആണെങ്കിൽ ഇവിടെ ഒരു ട്രിവാൻഡ്രം ടു കാസർഗോഡ് പോകുന്ന ട്രെയിനിൻ്റെ ഫെയർ, ബേസിക് ഫെയർ 1080 രൂപയോളമാണ്. 1077, 1080 രൂപ. അങ്ങനെയാണെങ്കിൽ ആ 1080 പിന്നെ ഒരു 1080, അതായത് റെയിൽവേയുടെ ഫൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സബ്ജക്റ്റ് ടു മിനിമം ഓഫ് 250 ഓർ ദ ഫെയർ വിച്ച് എവർ ഈസ് ഗ്രേറ്റർ. അതായത് മിനിമം ഫെയർ അല്ലെങ്കിൽ 250 രൂപ. മിനിമം ഫെയർ 500 ആണെങ്കിൽ
ആ 500 ആയിരിക്കും ഈടാക്കുന്നത്. മിനിമം ഫെയർ 150 200 ആണെങ്കിൽ 250 ആയിരിക്കും ഈടാക്കുന്നത്. ഇവിടെ നമ്മൾ 1077 പ്ലസ് 1077, അതിൻ്റെ കൂടെ റിസർവേഷൻ ചാർജ്, അതുപോലെ സൂപ്പർ ഫാസ്റ്റ് ചാർജ്, ഇതിന് പുറമെ ഒരു GST കൂടെ കൊടുത്തിട്ട് നമുക്ക് ഏകദേശം 2400 രൂപയോളം കൊടുത്ത് യാത്ര ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ ദൂരത്തിന് ഈ ട്രെയിനിൽ ഇങ്ങനെയൊക്കെ ആളുകൾ യാത്ര ചെയ്യാറുണ്ടോ എന്നും. കോഴിക്കോട് നിന്ന് ഷൊർണൂർ വരാനോ, കോഴിക്കോട് നിന്ന് തൃശ്ശൂർ വരാനോ, അല്ലെങ്കിൽ കാലിക്കറ്റ് ട്രിവാൻഡ്രം വരാനോ മാറിയിരിക്കാനൊക്കെ തയ്യാറായിട്ട് ഇങ്ങനെ ആളുകൾ യാത്ര ചെയ്യാറുണ്ടോ എന്ന് ചിന്തിക്കും. അവിടെയാണ് നിങ്ങൾക്ക് മലയാളികളെ മനസ്സിലായില്ല എന്ന് പറയുന്നത്. മലയാളികൾ ഒരു ദിവസം ആ ട്രെയിനിൽ ഏകദേശം പല തിരക്കുള്ള ദിവസങ്ങൾ 20,000 30,000 രൂപ വരെ അതിനകത്ത് ഫൈൻ അടച്ച് 45,000 50,000 ഒക്കെ വരുന്ന ദിവസങ്ങളുണ്ട്. അത്രയും ഫൈൻ കളക്ഷനുള്ള ഒരു ട്രെയിനാണത്. മിക്കവാറും അത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ആ ട്രെയിൻ മൊത്തത്തിലാണ് 40,000 50,000, ചിലപ്പോൾ 1,00,000 വരെയൊക്കെ ഈ ഫൈൻ കളക്ഷൻ വന്നിട്ടുള്ള ട്രെയിനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ജനശതാബ്ദിയിലും വന്ദേ ഭാരതിലും ഈ വിധത്തിൽ ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരിയായി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഒരു ഡിസ്ക്ലൈമർ നടത്തുകയാണ്. നിങ്ങൾ ഈ പോകുമ്പോഴും നിങ്ങൾക്ക് സീറ്റിന് അവകാശമില്ല. പക്ഷേ സീറ്റ് കിട്ടുന്നുണ്ട്, മനുഷ്യത്വപരമായ സമീപനമൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ യു കനോട്ട് ക്ലൈം, നിങ്ങൾക്കത് അവകാശപ്പെടാനുള്ള റൈറ്റിൽ അവകാശമില്ല. ഇത് നേരത്തെ വന്ന വീഡിയോസിൽ പലരും ഉന്നയിച്ച സംശയമായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ മറ്റ് ടിക്കറ്റ് സംബന്ധമായോ ട്രെയിൻ സംബന്ധമായോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.